പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ, ആഷാഢമാസം തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധേയം. 200-ലധികം സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, മലയാളികൾ ഏറെ ഓർത്തിരിക്കുന്ന ഒരുപിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച പ്രതിഭയാണ് വിടവാങ്ങുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാനരചന രംഗത്ത് ഒരു തന്റേതായ വ്യക്തിത്വം പതിപ്പിച്ച ഏറ്റവും നല്ല മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം വിമോചന സമരം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. വയലാർ, പി ഭാസ്കരൻ, പി എൻ ദേവ് എന്നിവരോടൊപ്പമെല്ലാം ഗാനം എഴുതിക്കൊണ്ട്, അതായത് എത്രയോ പ്രശസ്തർക്കൊപ്പം അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ ഒരുമിച്ചു. പിന്നീട് മനസ്സിൽ പതിയുന്ന ഒരുപാട് ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സംഗീത സബരിക്ക് തുടക്കമാവുകയും അത് തുടരുകയും ചെയ്തു. ആഷാഢമാസം, ആത്മാവിൻ മോഹം, നാടൻ പാട്ടിന്റെ മടിച്ചില കിലുങ്ങി തുടങ്ങിയ അനേകം ഹിറ്റ് ഗാനങ്ങൾക്ക് ജന്മം നൽകിയ 86 ചിത്രങ്ങൾക്ക് ഗാനരചന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പങ്കാളിയായ പൂമടത്തെ പെണ്ണെന്ന സിനിമയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ 4:55 അദ്ദേഹത്തിന്റെ അന്ത്യം. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ 8 ദിവസത്തോളമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇങ്ങനെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നിരവധി സിനിമ രംഗത്തെ, സിനിമാ മേഖലയിൽ, സാംസ്കാരിക രംഗങ്ങളിലെ ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ച് ഓർമ്മിച്ചെടുക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത്, എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ട് തന്നെ വിട പറഞ്ഞ ആ ഗാനരചയിതാവിനെ കുറിച്ച് തന്നെയാണ്. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, ആഷാഢ മാസം തുടങ്ങിയ ആ ഗാനങ്ങളെല്ലാം തന്നെ എന്നും ഓർത്തിരിക്കുന്ന, എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന അത്തരം ഒരുപാട് ഗാനങ്ങൾ, 200-ലധികം സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബാഹുബലി ഉൾപ്പെടെ 200ഓളം അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ മലയാള ഗാനരചന മേഖലയ്ക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ഒരു ഗാനരചയിതാവാണ് വിട പറയുന്നത്. അസുഖബാധിതനായി ഏറെനാൾ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും എത്രയോ ഗാനങ്ങൾ, അല്ലെങ്കിൽ നിരവധി സിനിമകളുടെയും എഴുത്തിന്റെയും എല്ലാം തന്നെ വഴിയെ നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അസുഖത്തെ മറികടന്ന്, അല്ലെങ്കിൽ വീണ്ടും ഒരുപാട് നല്ല ഗാനങ്ങളും മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു വിയോഗം, ഇപ്പോൾ വിയോഗ വാർത്ത സംഭവിച്ചിരിക്കുന്നത്. നിരവധി ഗാനരചയിതാക്കളും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ മറ്റു ആളുകളും എല്ലാം തന്നെ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. 1975 ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്ന ഗാനം ഉൾപ്പെടെ 6 ഗാനങ്ങളുള്ള ഹരികാരൻ സംവിധാനം ചെയ്ത അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ ഗാനങ്ങളാണ് മങ്കൊമ്പ് ഗാനരചയിതാവിനെ എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഒരു ഗാനരചയിതാവാക്കി മാറ്റിയത്. തുടർന്ന് ബാബുവോൻ എന്ന ചിത്രം പുറത്തു വന്നു. ഹരിഹരൻ എന്ന സംവിധായകന് വേണ്ടിയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ വരികൾക്ക് ഏറ്റവും കൂടുതൽ തവണ ഈണം പറഞ്ഞത് MS വിശ്വനാഥനായിരുന്നു. കൂടാതെ 10ഓളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. അതിനാണ് ബാഹുബലി ഉൾപ്പെടെ 200ഓളം ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എന്നും ഓർമ്മിക്കുന്ന ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ അത് ബാക്കി വെച്ചാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഗാനരചയിതാവ് വിട പറഞ്ഞിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ നിന്നായിരിക്കും പിന്നീട് മറ്റു സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ കാര്യങ്ങളെല്ലാം പിന്നീട് ഉള്ള തീരുമാനങ്ങൾ ആയിരിക്കും. 700-ലേറെ പാട്ടുകൾ അദ്ദേഹം ഇതുവരെ രചിച്ചിട്ടുണ്ട്. 200ഓളം സിനിമകൾക്കായി 700-ലേറെ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായി രചന. എല്ലാ പാട്ടുകളും
ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിലല്ലേ ഒന്നിനൊന്നിനൊന്നും ഹൃദയത്തെ സ്പർശിക്കുന്നത് എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് ഒരുപക്ഷെ പകരക്കാരനില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ഗാന രചനാ ശൈലി അനുകരിക്കാൻ പോലും ആകാത്ത രീതിയിലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ ആ ഒരു ഗാനങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നേടിയെത്തിയിട്ടുണ്ട്. ഒരുപാട് MK അർജുനൻ മാസ്റ്ററുടെ സ്വർണ്ണാർത്ഥം സമ്മാനിക്കുന്ന അർജുനോപഹാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വിവിധ കാലഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മറക്കാനാവാത്ത നിരവധി ഗാനങ്ങൾ മലയാളിയുടെ മനസ്സിൽ പതിപ്പിച്ച് തന്നെയാണ് ആ ഒരു മടക്കം. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.